നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. നല്ല ചെയ്ത കഥാവായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് കാണിച്ചിരിക്കുന്ന ദയയ്ക്കായി, കരുണയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം. എത്രയോ പ്രിയപ്പെട്ടവർ ഈ പ്രഭാതം കാണാതെ കടന്നുപോയി, അല്ലെങ്കിൽ ആ ഓർമ്മയില്ലാതെ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ കഴിയാതെയൊക്കെയുള്ള അവസ്ഥകൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിക്കായി, ഓർമ്മശക്തിക്കായി, വൈകല്യങ്ങളില്ലാത്ത ശരീരത്തിനായി, കാണുവാനും കേൾക്കുവാനും നടക്കുവാനും ഒക്കെയുള്ള കഴിവിനായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരിക്കലും നാം ഈ വിഷയത്തെക്കുറിച്ചൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല. എങ്കിലും പലവിധ ബലഹീനാവസ്ഥകളിൽ, ക്ഷീണത്തിലും തളർച്ചയിലും രോഗാവസ്ഥയിലും ഒക്കെ കടന്നു പോകുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ഓർക്കുവാനായി കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ താൻ നൽകിയ എല്ലാറ്റിനായും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു എന്ന് ഓർത്ത് നമ്മിൽ പ്രസാദിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, എപ്പോഴും സ്തുതിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാറ്റിനും നന്ദി കരയേറ്റുവാൻ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. കണ്ണുകൾ അടയ്ക്കും. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അപ്പൻ്റെ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞു കേട്ടതും വായിച്ചതും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവമേ സ്വാധീനിക്കുമ്പോൾ അതിനേക്കാൾ എല്ലാം ഉപരിയായി പുതിയൊരു തീരുമാനമെടുക്കുവാൻ, ഹല്ലേലൂയ കർത്താവേ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ, ഞങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളിൽ, ഒരു ഭവന പണിയെക്കുറിച്ച് ഒക്കെ കർത്താവെ, വസ്തു വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ, ഒരു കോഴ്സിൽ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച്, ദൈവമേ, ആരാധനകൾക്ക് കടന്നു പോകുന്ന വിഷയത്തിൽ കർത്താവെ, ആരൊക്കെയായി ദൈവമേ ഞങ്ങൾ ബന്ധം സ്ഥാപിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൽ കൂടി, ദൈവദാസന്മാരിൽ കൂടി, പ്രവചനാത്മാവിൽ, പാട്ടുകൾ കൂടി ഒക്കെ കർത്താവെ, അങ്ങ് ഞങ്ങളോട് സ്വപ്നത്തിൽ കൂടി, ദർശനങ്ങളിൽ കൂടി ഒക്കെ അവിടെ നിന്ന് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. അങ്ങ് രാത്രികളിൽ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ അപ്പച്ച. ആലോചന തന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലവും കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന, കൺഫ്യൂഷനായിരിക്കുന്ന ദൈവമേ, ചില മേഖലകളിൽ എങ്ങനെ എന്നറിയാതിരിക്കുന്ന ചില മേഖലകളിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന ജോലിക്കായി, പഠനത്തിനായി ഒക്കെ കടന്നുപോയി ദൈവമേ, പേപ്പർ വർക്കുകളിൽ കാലതാമസം വന്നു, പല കാര്യത്തിലും നിയമങ്ങൾ കഠിനമാകുമ്പോൾ ആകുലതകളോടുകൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പുതുവഴികളെ അവിടെ നിന്ന് തുറക്കണമേ, നിയമങ്ങളെ അവിടെ നിന്ന് അനുകൂലമാക്കി കൊടുക്കണമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ, ജയിലുകളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പലരെയും അറിയുകയില്ല ദൈവമേ, മൊബൈൽ ഫോണിലും മീഡിയകളിൽ കൂടിയൊക്കെ ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങളുമായി ബന്ധമില്ല എന്ന് കരുതിയാലും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കണക്ക് ദൈവമേ അങ്ങ് ചോദിക്കുമ്പോൾ ഞങ്ങൾ കുനിഞ്ഞ മുഖത്തോടെ നിൽക്കാതിരിപ്പാൻ ദൈവമേ, ഞങ്ങൾ ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി, കർത്താവെ, കള്ള കേസുകളിൽ കിടക്കുന്ന സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമേ കർത്താവെ. ഇന്നത്തെ ദിവസവും പിശാച് പല സ്ഥലങ്ങളിൽ പല വ്യക്തികളെ, പല കുടുംബങ്ങളെ തകർക്കുവാൻ ദൈവമേ, അവൻ ഒരുക്കുന്ന എല്ലാ കെണികൾ, തന്ത്രങ്ങൾ, അവൻ്റെ പദ്ധതികൾ സകലതും നശിച്ചു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. മദ്യവും മയക്കുമരുന്നിൽ കൂടി മറ്റുള്ളവരെ തകർക്കുവാൻ കർത്താവെ, ലോകമോഹങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ദൈവമേ ദൈവികമല്ലാത്തിരിക്കുന്ന ഇച്ഛകളിലേക്കും ഒക്കെ വലിച്ചു കൊണ്ടുപോയി കർത്താവെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളൊക്കെ ദൈവമേ അനാവശ്യമായിരിക്കുന്ന ബന്ധങ്ങളിലേക്കൊക്കെ ചെന്ന് കുടുങ്ങി ദൈവമേ, പിശാച് അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന കെണികൾ ഇന്ന് പകൽക്കാലം പൊട്ടിമാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവെ, ദൈവമേ, ചിലരിൽ കോപം ദൈവമേ അധികരിച്ച് നിയന്ത്രിക്കുവാൻ കഴിയാതിരിക്കുന്ന കോപ സ്വഭാവം, കയ്പിൻ്റെ ആത്മാക്കൾ, ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ, അതെല്ലാം ദൈവമേ ഒരു പൈശാചിക പോരാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ശാപങ്ങൾ ഈ ദിവസങ്ങളിൽ അഴിഞ്ഞു മാറുവാൻ ദൈവം കൃപ ചെയ്യണമേ അപ്പച്ച. യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ, ദൈവമേ, യേശുവിൻ്റെ കാൽവരി മരണത്താൽ ദൈവമേ, തലമുറകൾ കൈമാറി വന്ന ചില ശാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാനായി ഞങ്ങൾ
പ്രാർത്ഥിക്കുന്ന പച്ച. ഹെറിഡിറ്ററിയായി കൈമാറി വന്ന ചില രോഗങ്ങൾ ദൈവമേ ഈ മക്കൾ കർത്താവിനെ അനുസരിച്ചത് കൊണ്ട്, സ്നാനമേറ്റത് കൊണ്ട് ഒക്കെ കർത്താവ് ഇവരിൽ നിന്ന് വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്നു. ചില ദൈവമക്കൾ കർത്താവെ സ്നാനം എടുക്കണമെന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ അവരെ പുറകിലേക്ക് വലിക്കുന്നു. ഒരു തീരുമാനത്തിലെത്തുവാൻ, ഒരു ദൈവമേ ഉറച്ച തീരുമാനത്തോടു കൂടി മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട് കർത്താവെ അവരെ സഹായിപ്പാൻ ദൂതന്മാരെ ദൈവമേ അവിടെ നയിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ. ദൈവമേ ഇന്നത്തെ ദിവസവും ഈ പ്രിയപ്പെട്ട മക്കളുടെ ഏത് ആവശ്യത്തിലാണെങ്കിലും അപ്പനെ അങ്ങ് തുണ നിൽക്കണമേ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും. യേശുവിൻ്റെ രക്തത്താലും അടിപ്പിണരാലുമുള്ള സൗഖ്യം ദൈവമേ അവരുടെ മേലിലേക്ക് ഇറങ്ങട്ടെ. ചില വ്യക്തികളുടെ ദൈവമേ ചില ശരീരഭാഗങ്ങളിലുള്ള വേദനകളിൽ വിശ്വാസത്തോടുകൂടി എണ്ണ പൂശി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ, ചില ദൈവമേ നീരിൻ്റെ എല്ലാം പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഷോൾഡർ പെയിനുകൾ മാറട്ടെ കർത്താവെ. കഴുത്തിൻ്റെ വേദനകൾ, എപ്പോഴും നീരിറങ്ങിയതുപോലെയുള്ള പ്രയാസങ്ങൾ യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പകർച്ചവ്യാധികൾ, പനികൾ, ദൈവമേ ത്രോട്ട് ഇൻഫെക്ഷൻസ്, ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ വൈറൽ ഇൻഫെക്ഷനുകളിൽ നിന്നും ദൈവമേ പ്രിയപ്പെട്ട മക്കൾ സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. കിടരോഗികളെ ഞങ്ങൾ ദൈവമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മെൻ്റലി ഫിസിക്കലി ചലഞ്ചഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കേൾവി കുറവുള്ളവർ, കാഴ്ചക്കുറവുള്ളവർ, ദൈവമേ അതിൽ നിന്നെല്ലാം അപ്പച്ച യേശുവിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ അവരിലേക്ക് വരുവാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 113 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യത്തിൽ പറയുന്നു, അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളോടുകൂടി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. പലപ്പോഴും മക്കളില്ലാതിരുന്ന ദൈവമക്കൾക്ക്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാർക്ക് മക്കളെ നൽകുമ്പോൾ അവർ പാടിയ ഗീതമായി നമുക്ക്, അല്ലെങ്കിൽ അവർ പാടിയ പാട്ടിൽ ഈ വചനത്തെ നമുക്ക് പലപ്പോഴും കാണുവാനായി കഴിയും. പ്രത്യേകിച്ച് ശമൂവേൽ പ്രവാചകൻ്റെ അമ്മയായിരുന്ന ഹന്ന, അവൾക്ക് മക്കളില്ലാതിരുന്ന വളരെ വ്യസനം അനുഭവിച്ച ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുമ്പോൾ അവൾ ഈ പാട്ട് പാടുകയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവം, എളിയവനെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവം മച്ചിയായവളെ മക്കളോടുകൂടി വസിപ്പിക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരും പാടുന്നു ദൈവസന്നിധിയിൽ ഉയർത്തുന്നൊരു ദൈവത്തെക്കുറിച്ച്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കുഞ്ഞ്, ഈ ലോകപരമായ ഒരു കുഞ്ഞില്ല എങ്കിൽ നിശ്ചയമായ ദൈവം ആ വിഷയത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാൾ ഉപരിയായി നാം എല്ലാവരും ആത്മീയ മനുഷ്യരാണല്ലോ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന യേശുവിനെ രക്ഷകനായി കൈക്കൊണ്ട് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ആത്മീയരായിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഒരു ജനനം ദൈവം പ്രതീക്ഷിക്കുന്നു. ഓരോ മക്കളിൽ നിന്നും നാം ദൈവത്തിൻ്റെ ആടുകളാണ്, ദൈവം പരിപാലിക്കുന്ന ആടുകളാണെങ്കിൽ നമ്മിൽ നിന്നും അടുത്ത ആടുകൾ ഉണ്ടാകണം. ആത്മാവിൽ ദൈവരാജ്യത്തിൻ്റെ പർപ്പസിനായി നാം പ്രയോജനമുള്ളവരായി മാറണം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുവരെയും നിങ്ങൾക്ക് ഒരു ആത്മാവിനെ ജനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ആരോട് നിങ്ങൾ ഇതുവരെയും കർത്താവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ രാജ്യമായിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നിത്യജീവനെക്കുറിച്ച്, ആ സ്വർഗീയ സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ ആരോടും പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, ആത്മീയ മക്കൾ ഞങ്ങൾക്ക് ഇതുവരെയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് പുതിയ ജനനങ്ങൾ, ഞങ്ങൾ സംസാരിക്കുന്നവർ ക്രിസ്തുവിലോട്ട് അടുത്തു വന്ന് ദൈവരാജ്യത്തിൽ അവരുടെ പേര്, സ്വർഗത്തിൽ അവരുടെ പേരിനെ എഴുതി ചേർക്കുന്നത് ഞങ്ങളുടെ പേരിലായിരിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളായി മറ്റനേകർ ദൈവരാജ്യത്തിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നൊരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുമാറാകട്ടെ. ദാഹിക്കുന്നിടത്ത് ജീവജലത്തെ പകരുന്ന ദൈവം നിങ്ങളുടെ ആ ആഗ്രഹത്തെ മാനിച്ച്, നിങ്ങളറിയാതെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പ്രായത്തിൽ, വിവിധ സാമ്പത്തിക കുടുംബ നിലവാരങ്ങളിൽ, വിദ്യാഭ്യാസ നിലവാരങ്ങളിലുള്ള പലതരത്തിലുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും ക്രിസ്തുവിന് വേണ്ടി ജനിപ്പിക്കുവാൻ അനേക മക്കളുടെ അമ്മയായി നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.